ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു D&D കിഡ്സ്. ഇന്ന് നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കിയല്ലോ. ഞാൻ ഒരു 4-4.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ഉരുളി കത്തിക്കാം. അടുപ്പ് കത്തിച്ച് ഉരുളി വെക്കും. ഉരുളി ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ശകലം കടുക് ഇട്ട് കൊടുക്കാം. മസ്റ്റാർഡ്. അപ്പം നമ്മുടെ കടുക് പൊട്ടിയില്ലാത്തോട്ട് നമുക്ക് 2-3 റെഡ് ചില്ലിയും കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് കൊടുക്കാം. ഗ്യാസൊക്കെ മൂപ്പിച്ചിട്ട് കറി ലീവ്സും ഇതും ഗാർണിഷിങ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ചൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അത്യാവശ്യം ഒരു മുഴുത്തൊരു പീസ് ഇഞ്ചിയും ഒരു കുടം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ഒന്ന് സോട്ടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പച്ചമുളകും സവോളയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അത്യാവശ്യം സോട്ടായിട്ടുണ്ട്. അതിന് നമുക്ക് സവോളയും ഞാൻ മുഴുത്തൊരു 4-5 സവോള എടുത്തിട്ടുണ്ട്. സവോളയും പച്ചമുളകും കൊണ്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തക്കാളി പിന്നെ ഇട്ടാൽ മതി. അത്യാവശ്യം നല്ലപോലെ സോട്ടായ ശേഷം ഇട്ടാൽ മതി. സവോള പെട്ടെന്ന് സോട്ടാക്കി കിട്ടാൻ വേണ്ടി നമുക്ക് ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ചെറിയ സ്പൂണാണ്, അതുകൊണ്ട് 2 സ്പൂൺ. അത് നമ്മൾ ടീസ്പൂൺ ആണെങ്കിൽ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമുള്ളൂ. പിന്നൊരു 2 സ്പൂൺ ഉപ്പൊടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. പിന്നെ കറി ആയി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാവുന്നതാണ് ഉപ്പ്. ഇപ്പോൾ ശകലം കുറഞ്ഞാൽ നമുക്കത് കൂട്ടിക്കൊടുക്കാം. പക്ഷെ കൂട്ടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് സോട്ടാകട്ടെ. അപ്പോൾ നമ്മുടെ ഉനി ഏകദേശം ഇപ്പോൾ ഒരു പകുതിയോളം സോട്ടായിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ട് അത്യാവശ്യം നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തിരിക്കണം. തക്കാളിയുടെ അത്യാവശ്യം സോട്ട് ചെയ്ത് നമുക്ക് മസാല ചേർക്കാം. അപ്പോൾ നമ്മുടെ അത്യാവശ്യം സോട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിന് മുമ്പ് നമുക്ക് ഫയറൊന്ന് സ്ലോ ഫയറിലോട്ട് ഇടാം. ഇപ്പം ഞാനൊരു 10 സ്പൂൺ ചില്ലി പൗഡറും ഒരു 3 സ്പൂൺ പെപ്പർ പൊടിയും 4 സ്പൂൺ ചിക്കൻ മസാലയുമാണ് എടുത്തിരിക്കുന്നത്. ഈ കറിക്ക് ഞാൻ മല്ലിപ്പൊടി യൂസ് ചെയ്യുന്നില്ല. അത്യാവശ്യം ഒന്ന് ഇതിൻ്റെ പച്ചോ മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഇതാക്കി എടുക്കണം. അപ്പം ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കാഷ്നട്ട് പേസ്റ്റ് ഒരു 100 ഗ്രാം കാഷ്നട്ട് അരച്ചാണ്. അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് ഇതാക്കി എടുക്കുക. സ്ലോ ഫയറിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക.
3-4 മിനിറ്റ് ഇങ്ങനെ തന്നെ സ്ലോ ഫയർ തന്നെ ഇട്ട് കുക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ശകലം ചൂടുവെള്ളം വേണേൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫയർ കൂട്ടിയിടാവുന്നതാണ്. അപ്പോൾ നമ്മളൊരു 5-8 മിനിറ്റോളം സ്ലോ ഫയർ വെച്ച് കുക്ക് ചെയ്തു. കുക്ക് ചെയ്ത് ഇപ്പം ചിക്കനുള്ളിൽ നിന്നുള്ള വെള്ളങ്ങളാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പം സ്ലോ ഫയർ വെച്ച് കുക്ക് ചെയ്യാൻ പറഞ്ഞാൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ചൂടുവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ്റെ ലെവലിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫയർ കൂട്ടിയിടാം. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് അടച്ചു വെച്ച് ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം ചിക്കൻ ആകാനുള്ള സമയമായിട്ടുണ്ട്. തീ കുറച്ചിടാം. നല്ല ലാവ് വരുന്നുണ്ട്. അടപ്പം ഓക്കെ. അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഇത് വിട്ടിട്ടുണ്ട്. അപ്പം ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്, ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഗാർണിഷോട്ട് ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ കറി റെഡിയായി. ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇത് ഓഫ് ചെയ്യണം. ഇനി നമ്മൾ ഗാർണിഷിംഗ് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ വീണ്ടും കണ്ടുകൂട്ടാം. ഓക്കെ, ബൈ ബൈ.